إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ചും നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് അവൻ ഈമാൻ കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാകണം. അതേപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളായി പഠിപ്പിക്കപ്പെട്ട 5 കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങളായ ആ 6 കാര്യങ്ങൾ അടിയുറച്ച് ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കേണ്ടുന്ന ഇസ്ലാം കാര്യങ്ങളാകുന്ന 5 കാര്യങ്ങൾ, അതിനെ 5 തൂണുകൾ എന്നാണ് ഇസ്ലാം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത് 5 തൂണുകളുടെ മേലാണ്. അതിലൊന്ന് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നുമുള്ള ഷഹാദത്ത് കലിമയാണൊന്ന്. രണ്ട്, വൈഖാമിസ്സലാ, നമസ്കാരം നിലനിർത്തുക എന്നതാണ് അതിന്റെ രണ്ടാമത്തെ തൂൺ. വ ഈതായി സക്കാ, അതേപോലെ സക്കാത്ത് നൽകുക എന്നുള്ളതാണ് അതിന്റെ മൂന്നാമത്തെ കാര്യം. അതേപോലെ പരിശുദ്ധ റമദാനിൽ നിർബന്ധമായും നോമ്പെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ 5 തൂണുകളിൽ 5ാമത്തെ തൂണായി ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് വൽ ഹജ്ജ്, ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ 5 കാര്യങ്ങളിൽ ഈ 5ാമത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട് പലരും, നമ്മുടെ കൂട്ടത്തിൽ പലരും അശ്രദ്ധമായി വിട്ടുകളയുന്ന ഒരു കാര്യമാണ് ഹജ്ജ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് പ്രത്യേകമായി ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട അതിന്റെ ഗവൺമെന്റ് തലത്തിലുള്ള അപേക്ഷകൾക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വന്ന ഒരു സമയമാണ്. അവിടെ ജൂലൈ 31 വരെയായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 7 വരെ സർക്കാർ സേവനത്തിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള അവധി നീട്ടിയിരിക്കുകയാണ്. ഇവിടെ ഹജ്ജു ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിന്റെ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. അടുത്ത വർഷം 2026 ഹജ്ജെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് പോകാൻ ഒരുങ്ങുന്നവൻ ഈ സമയത്തു തന്നെ അത്തരം ഒരുക്കങ്ങളും പരിശ്രമങ്ങളും പ്രാർത്ഥനകളുമെല്ലാം ഒരു വിശ്വാസിയിൽ ഉണ്ടായി വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ആളുകൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടുകൂടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ നിലക്കും വഴിയൊരുങ്ങിയിട്ടും അവൻ ഹജ്ജ് എന്ന ഇസ്ലാമിലെ 5 തൂണുകളിൽ 5ാമത്തെ തൂണിനെ പറ്റി പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നില്ല. 50കൾ കഴിഞ്ഞിട്ടും വലിയ വീടുണ്ട്, അതേപോലെ തന്നെ വലിയ പറമ്പുകൾ, പാടങ്ങൾ അവന്റെ പേരിലുണ്ട്. എന്നിട്ടും അവന് നിർബന്ധ ബാധ്യതയാകുന്ന ഹജ്ജിനെ പറ്റി ആളുകൾ നീട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എങ്ങനെയെങ്കിലും ഹജ്ജ് എന്ന ഇബാദത്ത് നിർവഹിക്കാനും മക്കയിലെത്താനുമാണ് അവന്റെ മനസ്സ് കൊതിക്കുകയും ദുആ ചെയ്യുകയും അവന്റെ പരിശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നതാണ്. ഹജ്ജിനെ പറ്റി അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ഫളിലും നമ്മൾ മനസ്സിലാക്കിയാൽ അത് 60 കഴിയാൻ കാത്തു നിൽക്കേണ്ടതില്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്, 35 വയസ്സും 40 വയസ്സും 45 വയസ്സും എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്ത് അവസാനം കഴിയാവുന്നൊരു സമയത്ത് ഹജ്ജ് നിർവഹിക്കുക എന്ന ഒരു രീതി നമ്മളിൽ നിന്ന് മാറ്റി നമുക്ക് ആരോഗ്യമുള്ള, നമുക്ക് ഇബാദത്തുകളൊക്കെ നന്നായി ചെയ്യാൻ കഴിയാവുന്ന ആ പ്രായത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സേവനങ്ങൾ ചെയ്യണം. ആളുകൾ ആ ചുറുചുറുക്കുള്ള പ്രായം ദുനിയാവിന് വേണ്ടി കൊടുത്ത് അവശതയുടെ ഘട്ടത്തിലാണ് ഒരു ഹജ്ജിനെ പറ്റി ആളുകൾ ചിന്തിക്കുന്നത്. ഇവിടെ ജിഹാദ് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ആരാധനയായി പഠിപ്പിക്കപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി വരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് ആ സഹാബി ചോദിക്കുന്നത്, അയ്യുൽ അമലി അഫ്ളൽ, പ്രവാചകരെ ഏറ്റവും അഫ്ളലായ ഒരു പ്രവർത്തനം ഏതാണ്, അമൽ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനും ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമൽ, അഫ്ളലായ കാര്യം. അദ്ദേഹം വീണ്ടും ചോദിച്ചു, സുമ്മ മാദ, പ്രവാചകരെ പിന്നെ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സഹാബി വീണ്ടും ചോദിക്കുകയാണ്, സുമ്മ മാദ, പ്രവാചകരെ പിന്നെ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരം ഹജ്ജുൻ മബ്റൂർ എന്നാണ്. പുണ്യകരമായ ഹജ്ജ് നിർവഹിക്കലാണ് അതിനുശേഷം ഏറ്റവും അഫ്ളലായ ഫളിലുള്ള ഒരു ഇബാദത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ അത് വേഗത്തിലാക്കുക എന്നതാണ്. നമുക്ക് സാമ്പത്തിക ശേഷിയും ആരോഗ്യശേഷിയും ഉള്ളവർ, അതിന് വഴിയൊരുങ്ങിയവർ അത് പിന്തിപ്പിക്കാതെ പെട്ടെന്ന് നിർവഹിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമ്മൾ കാണുന്നത്. പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഞാൻ അതിനായിട്ടില്ല എന്നാണ് ആരോ നമ്മളെ പറഞ്ഞ് നമ്മുടെ മനസ്സിലുണ്ടായ ഒരു തെറ്റായ ധാരണ അതാണ്. നമുക്കതിനായിട്ടില്ല, അത് ഇവിടെയുള്ള പണമുള്ള മറ്റു ചിലർക്കൊക്കെ ആയി, എനിക്കായില്ല എന്നൊരു ചിന്ത, അത് നമ്മളിൽ നിന്ന് മാറ്റി നിർത്തി ഇതിന്റെ ഫളില് മനസ്സിലാക്കി സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറാവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അലാ നഖ്റുജു ഫനുജാഹിദ മഅക, പ്രവാചകനോട് പറയാണ്, താങ്കളോടൊപ്പം ഞാൻ ജിഹാദിന് പുറപ്പെടട്ടെ? ഫഇന്നി ലാ അറാ അമലൻ ഫിൽ ഖുർആനി അഫ്ളല മിനൽ ജിഹാദ്,
ഞാൻ ഖുർആനിൽ വായിച്ചപ്പോ ജിഹാദിനെക്കാളും അഫ്ളലായ ഒരു കർമ്മം ഞാൻ കണ്ടിട്ടില്ല. ആയിഷ ബീവിയാണ് ചോദിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു ലാ, വേണ്ടതില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് വലാകിന്ന അഹ്സനുൽ ജിഹാദി വഅജ്മലുഹു ഹജ്ജുൽ ബൈത്ത് ഹജ്ജുൻ മബ്റൂർ. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ജിഹാദ് അതേതാണ്? അത് പുണ്യകരമായ ഹജ്ജ് നിർവഹിക്കലാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ജിഹാദ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അത് ഈ ഹദീസിൽ നിന്ന് ഇവിടെ സ്ത്രീകളോട് പ്രത്യേകമായുള്ള കൽപ്പനയാണെങ്കിലും ജിഹാദിന് സാധിക്കാത്ത എല്ലാവർക്കും ഇത് ബാധകമാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അതിഥികളാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് സൂറത്തു ആലു ഇംറാനിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചു, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം പഠിപ്പിച്ചു. ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ബക്കയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ജനങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം, മുബാറക്കൻ അനുഗ്രഹീതമായ ഭവനം, വഹുദൽ ലിൽ ആലമീൻ ലോകർക്ക് മുഴുവനും മാർഗദർശനമായ ആ ഭവനം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, ആയാത്തുകളുണ്ട്, ധാരാളം ആയാത്തുകൾ. അവിടെ സംസം വലിയ ആയാത്തുകളാണ്, ഒട്ടനവധി അത്ഭുതങ്ങൾ അവിടെയുണ്ട്. ലോകം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ധാരാളം അത്ഭുതങ്ങൾ, വലിയ ദൃഷ്ടാന്തങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് മഖാമു ഇബ്രാഹിം, പ്രത്യേകമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന സ്ഥലം. എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് വമൻ ദഖലഹു കാന ആമിന, അവിടെ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്. എന്നിട്ടാണ് അള്ളാഹു ഹജ്ജിന്റെ ആ നിർബന്ധമായ കാര്യത്തെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വാഅ ഇലൈഹി സബീല, ആ ഭവനത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് എത്തിച്ചേരൽ, ഹജ്ജ് നിർവഹിക്കൽ അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയാണ്. അപ്പൊ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിലെ 97-ാമത്തെ ആയത്തിൽ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു ആ കഅബാലയത്തിൽ മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കൽ വിശ്വാസികളുടെ നിർബന്ധമായ ബാധ്യതയാണെന്നാണ്. ഇവിടെ പുണ്യകരമായ ഹജ്ജിന് അതിന്റെ പ്രതിഫലം എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൽ ഉംറതു ഇലൽ ഉംറ, ഒരു ഉംറ അടുത്ത ഉംറ വരെ കഫാറത്തുൽ ലിമാ ബൈനഹുമാ, അവക്കിടയിലുള്ള ചെറുപാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. അതേപോലെ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അത് പുണ്യകരമായ ഹജ്ജ് സ്വർഗമല്ലാതെ അവന് പ്രതിഫലമില്ല, സ്വർഗാണ് അവന്. മാത്രമല്ല അവൻ തിരിച്ചു വരുന്നത് മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടിയ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ തിരിച്ചു വരും എന്ന് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ നമുക്ക് കാണാം. മൻ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ചു ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി, ഫലം യർഫുസ്, അവൻ അതിൽ സ്ത്രീ പുരുഷ സംസർഗമോ, വലം യർഫുസ് വലം യഫ്സുഖ്, അതേപോലെ തന്നെ ദുർവൃത്തികളോ ചെയ്യാതിരിക്കുകയും ചെയ്ത പുണ്യകരമായ ഒരു ഹജ്ജ് നിർവഹിച്ചു, അവൻ എങ്ങനെയാ തിരിച്ചു വരുന്നത്? റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവൻ ഉമ്മ പ്രസവിച്ച ദിവസത്തിലുള്ള ഒരു കുഞ്ഞിനെ പോലെയാണ് അവൻ തിരിച്ചു വരുന്നത്. എത്രയെത്ര കാര്യങ്ങളാണുള്ളത്. ഹജ്ജിന്റെ പ്രതിഫലം പറഞ്ഞ എത്രയെത്ര ഹദീസുകളാണുള്ളത്. മുഴുവൻ പാപങ്ങളും ഇല്ലാതാക്കുന്ന ഒരു പുണ്യകർമ്മമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന ഇബാദത്ത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അവിടെ ഹജ്ജ് സ്വീകരിക്കപ്പെടാതെ പോകുന്ന ഹജ്ജ് ശിർക്ക് ചെയ്തവന്റെ ഹജ്ജ് മാത്രമാണ്. ശിർക്ക് ചെയ്തവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ലഭിക്കുകയില്ല. കാരണം അവൻ എന്തു സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, പ്രവാചകരെ താങ്കൾക്ക് മുമ്പുള്ളവർക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ്? നിങ്ങളെങ്ങാനും ലഇൻ അശ്റക്ത ശിർക്ക് ചെയ്താൽ വയഹ്ബതന്ന അമലുക, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടകാരികളിൽ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ ഹജ്ജ് നേരത്തെയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഹജ്ജ് ചെയ്യാത്തവർ ധാരാളം ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മൾ ഹജ്ജ് നേരത്തെയാക്കണം. അതിനെപ്പറ്റിയുള്ള ആലോചനകളും ചിന്തകളും നമുക്ക് ഈ സംസാരം അതിനൊരു കാരണമാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഹജ്ജ് നേരത്തെയാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നതായാൽ ഫൽയതഅജ്ജൽ, അവനത് ധൃതി കാണിക്കട്ടെ, അവൻ നേരത്തെയാക്കട്ടെ, ധൃതിപ്പെടട്ടെ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പക്ഷേ അവന് രോഗം ബാധിച്ചേക്കാം, അതല്ലെങ്കിൽ അവനെ മരണം പിടിപ്പെട്ടേക്കാം,
അല്ലെങ്കിൽ യാത്രക്കുള്ള സാഹചര്യങ്ങൾ അവന് മാറി മറിഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ അനുകൂലമായ ആ സാഹചര്യത്തിൽ എത്ര ആളുകൾ ഹജ്ജിന് ഉദ്ദേശിച്ച്, എത്ര ആളുകൾ അറ്റാക്ക് വന്ന് മരിച്ച ആളുകൾ, മാറാ രോഗികളായി കിടക്കുന്ന ആളുകൾ, ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ അവർക്ക് കോടികളുടെ ലക്ഷങ്ങളുടെ ആസ്തിയുണ്ട്. എന്നാൽ ഇസ്ലാമിലെ 5 തൂണുകളിൽ ഒരു തൂണ് പൂർത്തിയാക്കിയതാണ് മുന്നോട്ട് പോയത്. ആ നല്ല സമയത്ത് അതിനെപ്പറ്റി ചിന്തിക്കാനും അതേപോലെ തന്നെ അത് ചെയ്യാനുമുള്ള പരിശ്രമങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നിലക്ക് ഹജ്ജിനു വേണ്ടിയുള്ള ആ ഒരുക്കം നമുക്കുണ്ടാകണം. അവിടെ ശാരീരികമായി കഴിവുള്ളപ്പോഴാണ്, നേരത്തെ പറഞ്ഞു, അത് നമ്മൾ നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഹജ്ജിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതേപോലെ തന്നെ ഹജ്ജിന് ആൾക്കാർ പോകാതിരിക്കൽ ഖിയാമത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഹദീസ് സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ ലാ യഹജ്ജൽ ബൈത്ത്. കഅബയിലേക്ക് ഹജ്ജ് ചെയ്യപ്പെടാത്ത അവസ്ഥയിലല്ലാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പണവും കഴിവും ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്ക് അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് ഈ വിഷയത്തിൽ വളരെ ഇതിന്റെ ഗൗരവം അറിയിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, മൻ മലക സാദൻ വറാഹിലതൻ തുബല്ലിഗുഹു ഇലൽ ബൈത്ത്. അള്ളാന്റെ ഭവനത്തിലേക്ക്, കഅബയിലേക്ക് എത്താനുള്ള യാത്രാ മാർഗവും വിഭവവും ഒരാൾക്കുണ്ടായി. വലം യഹുജ്ജ, പക്ഷെ അവൻ ഹജ്ജ് ചെയ്തില്ല. ഫലാ അലൈഹി അയ്യമൂത യഹൂദിയൻ ഔ നസ്രാനിയൻ. അങ്ങനെ യാത്രാ മാർഗവും വിഭവവും ഉണ്ടാവുകയും എന്നിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവൻ ജൂതന്റെയോ ക്രിസ്ത്യാനിയുടെയോ മരണമല്ലാതെ ഉണ്ടാവുകയില്ല. ഇത് അലി റളിയല്ലാഹു അൻഹുവിലേക്കും ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കും മൗഖൂഫായ റിവായത്തുകൾ സ്വഹീഹായി വന്നു. ഇതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു, ഹജ്ജ് അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് അതിനെ അവഗണിച്ച് ആ നിലക്ക് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവർക്കുള്ള താക്കീതും അതിന്റെ ഗൗരവവും ബോധ്യപ്പെടുത്തുന്ന വാചകങ്ങളാണ് ഈ വാചകങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് എന്തൊക്കെയാണ് നിബന്ധന? നമുക്ക് ഒത്തുവന്നാലാണ് നമുക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത്. നമുക്ക് സാമ്പത്തികമായ ശേഷി ഉണ്ടാവുക. രണ്ടാമത്തത് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടേക്ക് പോവാനുള്ള ആരോഗ്യം നമുക്കുണ്ടാകുക. ഈ 2 വിഷയം ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് എനിക്ക് നിർബന്ധമായിട്ടുണ്ടോ, ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എനിക്ക് നിർബന്ധമായിട്ടുണ്ടോ? ഈ ഇരിക്കുന്ന സമയത്ത് ഒരു തവണ ഹജ്ജ് ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. അപ്പോഴാണ് അവന്റെ ഇസ്ലാം കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. എന്നാൽ ഒരാൾക്ക് ആരോഗ്യസ്ഥിതിയില്ല, അവൻ മാറാരോഗ്യാണ്, അയാൾക്ക് നിർബന്ധമല്ല, അതിന്റെ പേരിൽ അയാൾക്ക് ചോദ്യം ഇല്ല, വിചാരണയില്ല. ഒരാൾക്ക് സാമ്പത്തിക ശേഷിയില്ല, അതിന്റെ പേരിൽ അയാളോട് ചോദ്യമില്ല. എന്നാൽ ഇത് രണ്ടും ഒത്തുവന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത് നിർബന്ധമായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും നമുക്കൊരു തെറ്റായ ആ ധാരണ തിരുത്തപ്പെടേണ്ടതുണ്ട്. നമ്മുടേതായ പല ആവശ്യങ്ങൾക്കും നമ്മൾ 5, 6, 7 ലക്ഷങ്ങൾ അത് ചിലവഴിക്കാൻ ഒരു മടിയുമില്ലാത്ത പലർ വീട്ടിലെ കല്യാണങ്ങൾക്ക് എത്രയാണ് ചെലവഴിച്ചത്? ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കല്യാണങ്ങൾക്ക്. പക്ഷേ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല. അതേപോലെ തന്നെ വീട് നിർമ്മാണത്തിന് കോടികൾക്കപ്പുറത്ത് കഴിഞ്ഞ ആ നിലക്ക് വലിയ വില ചെലവഴിച്ചു, പക്ഷേ ഹജ്ജ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് നമ്മൾ അത് കടം വാങ്ങി പോകണമെന്നല്ല, എല്ലാ ആവശ്യങ്ങളും കാര്യങ്ങളും ഇവിടെ കൃത്യമായി നടക്കുന്നു. പക്ഷേ ഇസ്ലാം പറഞ്ഞ 5 തൂണുകളിൽ പ്രധാനപ്പെട്ട നിർബന്ധമായ ഹജ്ജ് മാത്രം നമ്മൾ നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെട്ട നിർവഹിക്കാൻ പറഞ്ഞ ഈ ഹജ്ജ് നമുക്ക് എത്രത്തോളം അത് ബാധ്യസ്ഥരാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രാർത്ഥനയും അതിനുവേണ്ടിയുള്ള പരിശ്രമവും ഉണ്ടെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് 7 വരെ നമുക്ക് സർക്കാർ സംവിധാനത്തിലൂടെ ഓൺലൈനായി നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാനുള്ള അവസരം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ദുആ ചെയ്ത് നമ്മൾ അതിനുവേണ്ടി ഇറങ്ങണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ അവിടെ നീയത്ത് ഏറ്റവും പ്രധാനമാണ്. ഹജ്ജ് ആളുകളെ പ്രശസ്തി കാണിക്കാനോ ഞാൻ ഹജ്ജ് ചെയ്തവനാണെന്ന് അറിയിക്കാനോ ഒന്നുമല്ല. ആ നിലക്ക് നല്ല നീയത്തോടെ അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഹജ്ജ് ഉണ്ടാകേണ്ടത്. അതേപോലെ ആളുകൾ പലപ്പോഴും പറയുന്നത് ക്യാഷ് അയാളുടെ കയ്യിലില്ല, ആ ഹജ്ജ് പോകാൻ ആവശ്യമായ പണം അയാളുടെ കയ്യിലില്ല. യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ ആ വ്യക്തിയുടെ പേരിലുള്ള വ്യക്തിയുടെ പേരിൽ എന്തൊക്കെയുണ്ട്, മൂല്യമുള്ള എന്തൊക്കെയുണ്ട്? അയാളുടെ പറമ്പെടുക്കുക, ഏക്കർ കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്ഥലം അയാൾ അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ ഉടമസ്ഥൻ ഇദ്ദേഹമാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിചാരം എന്താണ്? ഹജ്ജ് ചെയ്യാൻ ആയിട്ടില്ല എന്നാണ്. അതിന്റെ വാല്യൂ കണക്കാക്കിയാൽ 80 ലക്ഷം കോടികളുടെ മുതൽ വരുന്ന ആ
പറമ്പിന്റെ ഓണറാണ് അദ്ദേഹം. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിർബന്ധമായി കഴിഞ്ഞു. അതേപോലെ തന്നെ സാമ്പത്തിക മേഖല പറമ്പ് മാത്രമല്ല, ധാരാളക്കണക്കിന് കാര്യങ്ങളുണ്ട്. അയാൾക്ക് വരുമാനം വരുന്ന ധാരാളം അയാളുടെ ആസ്തികളുണ്ട്. അതെല്ലാം ഒന്ന് കൂട്ടി നോക്കിയാൽ ഒന്നല്ല രണ്ടല്ല നിരവധി ഹജ്ജുകൾ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി അയാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിർബന്ധമാണ്. അയാൾ അതിനെപ്പറ്റി എന്ത് ചെയ്യണം? ആലോചിച്ച് ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി സഹോദരിമാർ, അവിടെ സഹോദരിമാർക്ക് മൂന്നാമത്തെ ഒരു നിബന്ധന കൂടി പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. എന്താണ്? ഹജ്ജു ചെയ്യാൻ സ്ത്രീകൾക്ക് മഹ്റം നിർബന്ധമാണ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എന്താണ്? ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസാഫിരിൽ മർഅതു ഇല്ലാ മഅദി മഹ്റം. മഹ്റമിനോടൊപ്പമല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യരുത്. അത് ഹജ്ജിനാണെങ്കിൽ പോലും, പരിശുദ്ധമായ കർമ്മം ചെയ്യാൻ പോകുന്ന ആ കാര്യത്തിനാണെങ്കിൽ പോലും ഹറാമിന്റെ വഴിയിലൂടെ ആയിരിക്കരുത് ഹജ്ജ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്ത്രീക്ക് അവൾക്ക് സാമ്പത്തികമായ ശേഷിയുണ്ട്, ശാരീരികമായ ശേഷിയുണ്ട്, പക്ഷെ മഹ്റം ഇല്ല എങ്കിൽ അവൾക്ക് നിർബന്ധമല്ല. ഈ മൂന്നും എത്തിയാലേ അവർക്ക് എന്തെന്നുള്ളൂ? ഹജ്ജ് നിർബന്ധമാകുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോ സ്ത്രീകൾക്ക് മഹ്റം മാത്രമാണ് പ്രശ്നമെങ്കിൽ അവർക്കത് നിർബന്ധമല്ല, കുറ്റക്കാരാവുകയുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അത് ഗവൺമെന്റ് സംവിധാനത്തിൽ അത് അനുവദിക്കുന്നുവെങ്കിലും ഇവിടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് മഹ്റമില്ലാതെ അതിന് അനുവാദമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇനി സഹോദരിമാർ, അവർക്ക് ഇത് നിർബന്ധമാവുകയില്ല. അവരുടെ സാമ്പത്തിക ശേഷി നോക്കിയാൽ അവരുടെ കഴുത്തിലും ഒക്കെ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ അതൊന്ന് കൂട്ടി നോക്കിയാൽ എത്രയോ പവനുകൾ ശരീരത്തിലും അലമാരയിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ വില കണക്കാക്കിയാൽ നേരത്തെ പറഞ്ഞതുപോലെ 5ഉം 6ഉം 7ഉം ഹജ്ജ് ചെയ്യാനുള്ള അത്രയും പണം, അത്രയും പണ്ടം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹജ്ജ്, ഭൂരിപക്ഷം ആളുകൾക്കും ഹജ്ജ് എന്ന ഇസ്ലാമിലെ 5ാമത്തെ തൂണായ ആ കർമ്മം നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ അവസ്ഥ നോക്കുമ്പോൾ നമ്മൾ ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള ആലോചനകൾ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം? ഉണ്ടാകണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലോകത്ത് ചരിത്രത്തിൽ ആരാണ് ആദ്യമായി ഹജ്ജിനുള്ള വിളംബരം നടത്തിയത്? നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ് ആദ്യം ഹജ്ജിനുള്ള വിളിയാളം മക്കയിൽ നടത്തുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹജ്ജിലെ 28ാമത്തെ ആയത്ത്. വഅദ്ദിൻ ഫിന്നാസ്, ജനങ്ങളോട് നീ പ്രഖ്യാപിക്കുക, വിളംബരം ചെയ്യുക, ബിൽ ഹജ്ജ്, ഹജ്ജിനു വേണ്ടി ആളുകൾ വരാൻ. അപ്പോൾ ലോക ഭൂപടത്തിൽ എവിടെയാണ് ഹറം, എവിടെയാണ് മക്ക, എവിടെയാണ് മദീന എന്ന് നിജപ്പെടുത്താത്ത ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് ഈ പ്രഖ്യാപനം നടത്താൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു, യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ആളുകൾ നടന്നുകൊണ്ടുവരും, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറങ്ങളിൽ വരും. അതേപോലെ തന്നെ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ഊടുവഴികൾ താണ്ടി, മലമ്പാതകൾ താണ്ടി ഈ കഅബാലയത്തിലേക്ക് ആളുകൾ വരും. ഇന്ന് ലക്ഷങ്ങളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. അന്നത്തെ ആ കാലത്തുള്ള ആ പ്രഖ്യാപനമാണ്. ആ നിലക്ക് അന്നു നടത്തിയ ആ പ്രഖ്യാപനം ഇന്നും അതിന്റെ ഓർമ്മകളിലൂടെ, അതിന്റെ നേരത്തെ പറഞ്ഞ ആയാത്തുകളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ നിലക്ക് ഹജ്ജ് എന്ന ഈ മഹത്തായ കർമ്മത്തെ, നമ്മൾ നമസ്കാരവും നോമ്പും ഷഹാദത്തും അതേപോലെ തന്നെ സക്കാത്തും എല്ലാം കൃത്യമായി നമ്മൾ നിർവഹിച്ചു പോരുന്നുണ്ട്. എന്നാൽ ഹജ്ജിന്റെ വിഷയത്തിൽ നമുക്കൊരു അശ്രദ്ധയും ഒരു ഗൗരവക്കുറവും അതിനെപ്പറ്റി ചിന്തിക്കാത്ത അവസ്ഥയും, എന്നാൽ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിൽ എവിടെയോ കെട്ടിക്കുടുങ്ങി നിൽക്കുന്നുണ്ട്. അത് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പ്രാവശ്യമോ അതേപോലെയുള്ള തൊട്ടടുത്ത സാഹചര്യങ്ങൾ നമ്മൾ അനുകൂലമാക്കി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ്, ആ ദുനിയാവിലെ ജീവിതം എന്നത് വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന്
തീർന്നു പോകുന്നതാണ്, വളരെ നൈമിഷികമാണ്. ആ ദുനിയാവിൻ്റെ തിരക്കുകളിലാണ് പലപ്പോഴും മനുഷ്യൻ അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നന്മകൾക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. നന്മയായ അത്തരം ദീനിയായ ക്ലാസ്സുകളിലേക്ക് ആളുകൾ എത്തുന്നില്ല, പള്ളികളിൽ ജമാഅത്തുകളിലേക്ക് എത്തുന്നില്ല, അതേപോലെയുള്ള മതപരമായ കാര്യങ്ങളിൽ ആളുകൾ എത്തുന്നില്ല. എന്താണ് കാരണം? ദുനിയാവിൻ്റെ ഓട്ടമാണ്, തിരക്കാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ മാത്രം ഇബാദത്തു ചെയ്യാനാണ് മനുഷ്യൻ എന്ന സൃഷ്ടിയെ അള്ളാഹു ഈ ഭൂമി ലോകത്ത് മരണവും ജീവിതവും ഒക്കെ അള്ളാഹു നൽകിയത്. പക്ഷെ അതുമാത്രം നമ്മൾ അശ്രദ്ധമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവ് എന്നത് നമ്മളിൽ നിന്ന് വളരെ പെട്ടെന്ന് തീർന്നു പോകും. നമ്മളതിനെ അതാണ് എല്ലാം എന്ന് വിചാരിക്കുന്നു. അതിന്റെ സൗകര്യങ്ങളൊക്കെ അത് വലുതായി നമ്മൾ കാണുന്നു. നമ്മുടെ വീടും നമ്മുടെ വാഹനവും നമ്മുടെ സാമ്പത്തിക ശേഷിയും നമ്മുടെ ദുനിയാവിലെ സുഖങ്ങളും എല്ലാം നമ്മൾ വലുതായി കാണുന്നു. പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഒന്ന് നരകത്തിൽ മുക്കിയെടുക്കുമ്പോൾ അവൻ 70 കൊല്ലം 80 കൊല്ലം അവൻ ജീവിച്ച ആയുസ്, ആ സുഖങ്ങളൊന്നും അവൻ വിസ്മരിച്ചു പോകുമെന്നാണ്. ഒന്നുമല്ലാതെ അവന് ഫീൽ ചെയ്യുന്നതാണ്. ഒരു ചെറിയ ഒന്നെടുത്ത് നരകത്തിൽ ഒന്ന് മുക്കിയെടുത്താൽ തന്നെ അവനൊന്നും ഓർമ്മയില്ല. 70 കൊല്ലം അവൻ ആഡംബരങ്ങളിൽ ജീവിച്ച മനുഷ്യൻ എല്ലാം മറന്നു പോവുകയാണ്. അത്ര ഭീകരമാണ് ആ പരലോകത്തെ നരകത്തിലെ ഓരോ രംഗങ്ങളും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദുനിയാവ് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവ് എന്നാണ്. ഇതൊരു കൃഷിയിടമാണ്. എന്താണ് ഇവിടെ കൃഷി ഇറക്കേണ്ടത്? നിസ്കാരമാകുന്ന കൃഷി, അതേപോലെ തന്നെ നോമ്പാകുന്ന കൃഷി, അതേപോലെ ഖുർആൻ പാരായണമാകുന്ന കൃഷി, അദ്കാറുകളാകുന്ന കൃഷി, സൽക്കർമ്മങ്ങളാകുന്ന അത്തരം വിത്തുകൾ നമ്മൾ ഇറക്കുകയാണ്. ഇതിന്റെ വിളവെടുപ്പ് നാളെ പരലോകത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ആയുസ് എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. നമ്മൾ ആവർത്തിച്ചുള്ള മരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 40 വയസ്സുള്ള 30 വയസ്സുള്ള 25 വയസ്സുള്ള അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിച്ചു. നമ്മൾ ധാരാളം വാർത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കും നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയും ഒരു ഡേറ്റും ഒരു സമയവും ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ആ സമയത്തിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കൈകളിൽ എന്തു വേണം? നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവുകൾ പിരിയുമ്പോൾ അന്നു മുതൽ നമ്മുടെ കയ്യിൽ ദുനിയാവിന്റെ ഒരു കോപ്പും ഉണ്ടാകൂല. നമ്മൾ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ മാത്രം കൂട്ടിനുണ്ടാവും. ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവുകളെ മലക്കുൽ മൗത്ത് എടുത്ത് കൊണ്ടുപോയാൽ, നിശ്ചയിക്കപ്പെട്ട സമയത്ത് എടുത്ത് കൊണ്ടുപോയാൽ നമ്മുടെ കൈകളിൽ നമ്മൾ ചൊല്ലിയ സുബ്ഹാനല്ലാഹയുടെ വാല്യൂ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിൽ കൈവച്ച് പ്രവാചകൻ പറഞ്ഞത് കുൻ ഫിദ് ദുനിയ, ഇബ്നു ഉമർ കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ, നീ ഒരു അപരിചിതനെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കണം. അല്ലെങ്കിൽ ഔ ആബിറുസ് സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ. ഒരു അപരിചിതൻ എങ്ങനെ ഉണ്ടാകും? ഈ പ്രദേശത്ത് പരിചയമില്ലാത്ത ഒരാൾ ഈ അങ്ങാടിയിൽ വന്നാൽ അയാൾക്കൊരു അപരിചിതാവസ്ഥ ഫീൽ ചെയ്യും. അതുപോലെ ദുനിയാവിനോട് ഇത് തന്നെയാണ് എല്ലാം, ഇതിൽ തന്നെയാണ് എല്ലാ കാലവും, ഇവിടെ തന്നെയാണ് എന്ന രൂപത്തിലല്ല ജീവിക്കേണ്ടത്. ഒരു അപരിചിതാവസ്ഥ ദുനിയാവിനോട് ഉണ്ടാകണം. ഒരു വഴിയാത്രക്കാരൻ എങ്ങനെയായിരിക്കും? അതുപോലെ നിങ്ങൾ ദുനിയാവിൽ ജീവിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വഹാബികളെല്ലാം മരണത്തിന്റെ സമയത്തും അവർ ആലോചിച്ചതും പേടിച്ചതും അവരുടെ കൈകളിൽ അമലുകൾ കുറഞ്ഞു പോകുമോ എന്നാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ആ ബർസഖിയായ ലോകത്ത് അവൻ ആ ഖബറിലെ ഒരു ഞെരുക്കത്തിൽ തന്നെ അവന്റെ സർവ്വ സുഖങ്ങളും ആ സർവ്വ സുഖാനുഭൂതികളും അവൻ മറന്നു പോകുന്നതാണ്. അതാണ് ബർസഖ്, അതാണ് പരലോകം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന നന്മകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമം നടത്തണം എന്നുള്ളതാണ്. ആ മരണസമയത്ത്, ആ സമയത്താണ് പലർക്കും തിരിച്ചറിവുകൾ വരിക, ആ തിരിച്ചറിവുകൾ ഉണ്ടാവുക. ആ തിരിച്ചറിവുകൾ കൊണ്ട് യാതൊരു കാര്യമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മരണസമയത്ത് നമ്മുടെ കൈകളിൽ പാഥേയങ്ങൾ ഒരുക്കി വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്റിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഓരോരുത്തരും എന്താണ് ചെയ്തു വെച്ചത് എന്നവർ നോക്കട്ടെ. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിൽ അമലുകൾ ഉണ്ടാകണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. എന്തിനാണ് അത് നിങ്ങൾക്ക് നൽകിയത്?
ജീവിതം, മരണം എന്ന സംവിധാനങ്ങൾ മനുഷ്യന് അള്ളാഹു നൽകിയതിന്റെ പിന്നിൽ ലക്ഷ്യം എന്താണ്? ലി അബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനാണ്. അപ്പോ നമ്മുടെ കൈകളിൽ എന്തുണ്ടാകും? നമ്മൾ ഇന്നു മരിച്ചാൽ നമ്മുടെ ആത്മാവുകൾ പിരിഞ്ഞു നമ്മൾ ഏതു കാഴ്ചകൾ കണ്ട് നമ്മൾ മരിക്കും? സ്വർഗീയ കാഴ്ചകൾ കാണാൻ കഴിയുമോ? സ്വർഗത്തിന്റെ ആ റഹ്മത്തിന്റെ മലക്കുകൾ വന്നാണോ നമ്മുടെ കഫൻ പുടവകളിൽ, സ്വർഗീയ കഫൻ പുടവകളിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമോ? നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി ആലോചിക്കേണ്ടതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കാണാം. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യാണ്. അബൂ ഹുറൈറ ആ സമയത്ത് പറയുന്നത്, എന്റെ യാത്ര, അതിവിദൂരമായ യാത്ര എനിക്ക് ചെയ്യാനുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് മരണം കടന്ന്, ബർസഖും കടന്ന്, ആ ഖബറിലെ വിചാരണയും ആ ചോദ്യങ്ങളും ഒക്കെ കടന്ന്, ആ മഹ്ശറിലെ ആ ദീർഘമായ നൃത്തവും ഹിസാബും മീസാനും സിറാത്തും എല്ലാം കടന്നുള്ള അതിവിദൂരമായ ഒരു യാത്ര എനിക്ക് ചെയ്യാനുണ്ട്. അസ്സഫർ ത്വീൽ, ദീർഘമായ ഒരു യാത്ര എനിക്ക് ചെയ്യാനുണ്ട്. വസ്സാദു ഖലീൽ, പക്ഷെ എന്റെ കൈകളിൽ സാദ് കുറവാണ്, പാതയം കുറവാണ്, അമല് കുറവാണ്. ആരാണ്? നമ്മൾ ഏതൊരു ഹദീസ് പറയുമ്പോഴും അതിന്റെ തുടക്കത്തിൽ അൻ അബൂ ഹുറൈറ എന്നാണ് നമ്മൾ പറയുന്നത്. ആരാണ് അബൂ ഹുറൈറ? ഹദീസുകൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച പ്രവാചകന്റെ അനുയായിയായ അബൂ ഹുറൈറ ബോധരഹിതനായി മദീനത്തെ പള്ളിയിൽ അദ്ദേഹം വീണ സംഭവം ഹദീസുകളിൽ നമുക്ക് കാണാം. എന്തിന്റെ പേരിലായിരുന്നു? ഹദീസ് തേടിയുള്ള യാത്രക്കിടയിൽ പട്ടിണി കാരണം, വിശപ്പ് കാരണം അദ്ദേഹം ബോധരഹിതനായി വീഴാണ്. ആ അബൂ ഹുറൈറയാണ് വിലപിക്കുന്നത്, മരണസമയത്ത് എന്റെ കൈകളിൽ അമല് കുറഞ്ഞു പോകുമോ എന്ന പേടി. പക്ഷെ നമുക്ക് ആ സ്വർഗം കിട്ടുമെന്ന ആ ഒരു അമിതമായ ആത്മവിശ്വാസം പിശാച് എവിടെയോ ഉണ്ടാക്കി തന്നതാണ്. ജമാഅത്തുകൾക്ക് നിഷ്ഠ പാലിക്കാത്തവന്റെ മനസ്സിലും ശൈത്താൻ ഉണ്ടായി കൊടുത്തത് ആ സ്വർഗം എനിക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ്? ഖുർആൻ ക്ലാസ്സിൽ പോലും ആഴ്ചയിലെ 168 മണിക്കൂറിൽ 1 മണിക്കൂർ ഖുർആൻ പഠനത്തിന് മാറ്റിവെക്കാൻ കഴിയാത്തവൻ, അവന്റെയും ഉള്ളിലെ ഒരു ആത്മവിശ്വാസം എനിക്കു തന്നെയാണ് സ്വർഗം എന്നാണ്. അത് പിശാച് എവിടെയോ ഉണ്ടാക്കി തീർത്ത ഒരു അമിതമായ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന, നമ്മൾ ഇതിന്റെ പരിസരത്തുള്ള ആളുകൾ, ജമാഅത്തുകൾക്ക് 5 നേരവും നമ്മൾ ഈ പള്ളിയിൽ എന്ത് ചെയ്യണം? നമ്മൾ എത്തണം. സുബഹിക്ക് പലരും എത്തുന്നില്ല, അല്ലെങ്കിൽ ജമാഅത്തുകൾക്ക് പലരും അശ്രദ്ധമായി പോകുന്നു. നമ്മൾ കൃത്യമായി ജമാഅത്തുകൾക്ക് എത്തണം. ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും മഗ്രിബിന് ശേഷം ഇശാ വരെ ഇവിടെ ഖുർആൻ പഠന ക്ലാസ് നടക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജ് ഒരു സിലബസ് വെച്ച് അതിന്റെ വേർഡ് മീനിങ്ങും അതിന്റെ പാരായണവും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള മനോഹരമായ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മൾ എത്ര ആളുകൾ കുടുംബസമേതം പങ്കെടുക്കുന്നു? ഇതൊക്കെയാണ് നമുക്ക് നാളെ പരലോകത്ത് ബാക്കിയാകൂ എന്ന വളരെ അടിസ്ഥാനപരമായ ഒരു വിചാരം നമ്മുടെ മനസ്സുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് മാത്രമേ നമുക്ക് ബാക്കിയാകൂ. അവസാന സമയത്ത്, ആ മരിക്കുന്ന സമയത്ത് ചില ആളുകൾ മലക്കുകളെ നേരിൽ കാണുമ്പോൾ, ഇതുവരെ കാണാത്ത മലക്കുകളെ ആ മരണസമയത്ത് അവൻ നേരിൽ കാണുമ്പോഴാണ് ചില ആളുകൾ പറയുന്നത്, സൂറത്തുൽ മുഅ്മിനീനിൽ, ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം അവന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവൻ പറയും, ഖാല റബ്ബിർജിഊൻ, പടച്ചോനെ ഒരൽപ്പ സമയം കൂടി എനിക്ക് നീട്ടിത്തരുമോ, ഒരൽപ്പ സമയം കൂടി എന്നെ മടക്കി തരുമോ എന്ന് ചോദിക്കും. പക്ഷെ അള്ളാഹു പറയും, അവൻ പറയും, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയതായ സർവ്വ നന്മകളും ഞാൻ ചെയ്തു കൊള്ളാം. ഖുർആൻ ക്ലാസ്സിലെത്താം, ജമാഅത്തുകൾക്ക് എത്താം, ദിക്റുകൾ ചൊല്ലാം, ഖുർആൻ ഓതാം, ഖുർആൻ പഠിക്കാം, എല്ലാ നന്മകളും ചെയ്തു കൊള്ളാം. പക്ഷെ അള്ളാഹ് പറയും, കല്ല, വേണ്ടതില്ല, ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്കു മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അതെ, അവന്റെ മുന്നിൽ ഒരു തിരശ്ശീല ഇടപ്പെടുകയാണ്, ബർസഖിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാൾ വരെ അവൻ ഖബറിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് മാത്രമേ നമ്മുടെ കൂട്ടിനുണ്ടാവുകയുള്ളൂ. കുടുംബത്തെ നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ കുടുംബത്തെ ചേർത്ത് പിടിച്ച് ഈ ദീനിന്റെ വഴിയിൽ നടക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ടീച്ചേഴ്സിനുള്ള, മദ്രസ ടീച്ചേഴ്സിനുള്ള ഒരു പ്രൊജക്റ്റാണ് ടീച്ചേഴ്സ് കെയർ എന്ന ഒരു പ്രൊജക്റ്റ്. അവർക്കുള്ള ക്ഷേമത്തിനു വേണ്ടിയുള്ള ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. അതിൽ പാവങ്ങളായ അത്തരം അധ്യാപകർക്ക്, അധ്യാപികമാർക്കുള്ള ഭവന നിർമ്മാണം, ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, ഇങ്ങനെയുള്ള പെൻഷൻ സംവിധാനങ്ങൾ, ധാരാളം പ്രവർത്തനങ്ങൾ അടങ്ങുന്ന ടീച്ചേഴ്സ് കെയർ എന്ന ഒരു പ്രൊജക്റ്റ് നമുക്കുണ്ട്. അതിന്റെ ഒരു ഫണ്ട് സമാഹരണത്തിന്റെ ദിവസമാണ് ഇന്ന്. നമുക്ക് കഴിയുന്നവരൊക്കെ അതിൽ ഭാഗവാക്കാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ധാരാളം ആളുകളുണ്ട്. അല്ലാഹു ഇനി അവർക്കെല്ലാം അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കണമേ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു ഇനി ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നമ്മളങ്ങ് ഫലസ്തീനിലെ ഗാസയിൽ നിന്ന് കേൾക്കുന്ന ഒരുപാട് ദുരന്ത കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തെ ഏറെ വേദനിപ്പിക്കുന്ന ധാരാളം കാഴ്ചകൾ. എന്താണ് നമുക്ക് നൽകാൻ കഴിയുന്നത്? അവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ്. അല്ലാഹുവേ, നീ അവർക്ക് വിജയവും ക്ഷമയും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കണമേ. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.